ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിത് ഈ ഒരു വീഡിയോ ഞാൻ UK നിന്നും തിരിച്ചു വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് UK എയർപോർട്ടാണ്. ഇതാ എൻ്റെ മാപ്പിള മുന്നിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേക്കുന്നാന്ന് ഞാൻ എടുത്തത് വീഡിയോ. അപ്പോൾ നല്ല വൃത്തിയും വെടിപ്പുള്ള അടിപൊളി എയർപോർട്ട്. എല്ലാ എയർപോർട്ടും നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതാണ്, എന്നിരുന്നാലും ഇതൊരു പൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റ് അല്ല വിമാനം, ഇതാ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം ഓട്ടോ നിരനിരയായിട്ട് നിർത്തിയിട്ടതുപോലെ ഒരു കുറേ ഫ്ലൈറ്റ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് ഒരു ഫ്ലൈറ്റ് ഇതാ ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് തുടങ്ങിയപ്പോൾ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഏതെല്ലോ മൂലയിലെല്ലാം പോയി നിന്നിട്ടൊന്ന് നോക്കിക്കണം. പിന്നെ അത് വന്നിട്ട് അതിൻ്റെ ഒരു ചിറകിൻ്റെ ഒരു സൈഡ് മാത്രം കണ്ട ഒരു കാലുണ്ടായിരുന്നു. പിന്നെ ആ മുറ്റത്ത് നിന്നിട്ട് ചെറുപ്പകാലത്ത് മുറ്റത്ത് നിന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആകാശത്തേക്ക് കണ്ണും നട്ടിങ്ങനെ നോക്കും. ഒരു പൊട്ട് പോലെ കാണും. അത് ഭയങ്കര അത്ഭുതമാണ്. ഇന്നിപ്പോൾ ഇതാ ഫ്ലൈറ്റ് അടുത്തിങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ട പോലെ വരി വരിയായിട്ടിങ്ങനെ ഒന്നവിടെ ഒന്നിവിടെ ആയിട്ടിങ്ങനെ ചിതറിക്കിടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നിരനിരയായിട്ട് ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട്. അല്ല വിമാനം കണ്ടോ. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതൊരു പാലം പോലത്തെ ആ സ്ഥലത്തോട് ഇങ്ങനെ പോയി ആ ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ബേജാറെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ അങ്ങ് മാറി. പിന്നെ ആരല്ലോ പറയും ഭൂമി പരന്നിട്ടാന്ന് പറയൂ, പക്ഷെ ഉരുണ്ടിട്ടാട്ടോ. അതൊക്കെ ഉരുണ്ടിട്ടല്ലേ. അപ്പം ഈ ചിത്രങ്ങൾ കാണുമ്പോൾ പേടിയാവാം. ഈ കടലിൻ്റെ എല്ലാം നടുക്കൂടിയല്ലേ പഠിച്ചോനെ പോകുന്നതെന്നുള്ളൊരു ബേജാറ്. ഞാൻ പണ്ടെല്ലാം ഫ്ലൈറ്റിൽ കയറിക്ക് ഷാർജയിലും പിന്നെ ഒമാനിലെല്ലാം പോയിക്ക്. എന്നിരുന്നാലും ഇതിപ്പോൾ കുറേ കാലത്തിന് ശേഷം പോയിട്ട് തിരിച്ച് വരുന്നത്. അപ്പോൾ 2 UK ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ വലിയ ഫ്ലൈറ്റാണ്, 3-4 നിരയായിട്ട് സീറ്റെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഇരിക്കുന്നോലിക്ക് ഒരു കുട്ടിയുണ്ട്, ചെറിയ വാവ, 3 വയസ്സായ. ആ കുട്ടീനെല്ലാം എടുത്ത് ഇങ്ങനെ ഫ്ലൈറ്റിൽ കൂടി നടന്നെല്ലാം ഞാൻ കളിച്ച് കിട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിക്കില്ല, അത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതാ പോന്ന്. പിന്നെ പോകുമ്പോൾ ആ പൊന്തുമ്പോൾ പണ്ടെല്ലാം ഫ്ലൈറ്റ് കയറിയാൽ അല്ലല്ല വിമാനത്തിൽ കയറിയാൽ വിമാനം എന്ന് പറയലാന്ന് സുഖം. ഈ വിമാനത്തിൽ കയറിയിട്ട് പൊന്തുമുണ്ടേനെ ഒരു ആളൽ പള്ളേന്ന്. അതിപ്പം ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ ഫ്ലൈറ്റെല്ലാം അടിപൊളിയാണ്, പിന്നെ അടിപൊളി സെറ്റപ്പാണ്. പണ്ട് ഒന്നാമത്തേൽ ആദ്യമായിട്ടെല്ലാം കയറുന്നതുകൊണ്ട് ബേജാറായിട്ടേക്ക്. ഇതിപ്പോൾ ഇതിങ്ങനെ പൊന്തി പോകുന്നുണ്ട് കേട്ടോ. പൊന്തിങ്ങനെ പോവാണ്. നല്ല രസമാണ്. ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചിറക് മാത്രം കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊന്തിങ്ങനെ ആകാശം ഇപ്പം തൊടാന്നെല്ലാം വിചാരിക്കും, പക്ഷെ ആകാശം അവിടെയൊന്നെല്ലാം തോന്നും. അതിൻ്റെയും കുറേ മേലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചു പോകും ഫ്ലൈറ്റ് കയറിയാൽ. അപ്പോൾ അതാ ഫുഡ് കൊണ്ടുവരുന്ന തിരക്കുണ്ട് കേട്ടോ. ഫുഡ് കൊണ്ടുവരുന്നുണ്ട്, നല്ല അടിപൊളി സാൻഡ്വിച്ചും ജ്യൂസും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ പിന്നെ എനിക്ക് പേടിയായി. പക്ഷെ അന്ന് സാരമില്ല, ഒന്നും പറ്റൂല. അപ്പോൾ ഇതാ സാൻഡ്വിച്ച്, പിന്നെ അടിപൊളി സാൻഡ്വിച്ച് കേട്ടോ, കിടിലൻ സാൻഡ്വിച്ചാണ്. ജ്യൂസും സാൻഡ്വിച്ചും. അത് കഴിഞ്ഞപ്പോൾ ബിരിയാണി എന്നും പറഞ്ഞിട്ടൊരു ചോറും, പിന്നെ എന്തോ തക്കാളി എന്തോ ആക്കിയത്, ഉരുളക്കിഴങ്ങ്. അവിടെ UK യൂറോപ്പിലെല്ലാം ഈ ഉരുളക്കിഴങ്ങിൻ്റെ കളികളാട്ടോ. പിന്നെ സലാഡുണ്ട്, പിന്നെ ഫ്രൂട്ട് സലാഡുണ്ട്, പിന്നെ അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എത്തി.
ഖത്തർ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ. ഖത്തർ എയർപോർട്ടും പൊളിയാണ്. അപ്പം അവിടുന്ന് ഒരാളെ കിട്ടിയിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നിക്കാൻ, അത് ഞാൻ ഷോർട്സിലിട്ടൊക്കെ ഒന്ന് തിരിയുന്നോ മറിയുന്നല്ലോ. പിന്നെ അപ്പോൾ ഇതാ ഖത്തർ ഫ്ലൈറ്റ് ഇങ്ങനെ എന്നെ കാത്തു നിൽക്കും പോലെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ കയറി അതും പറക്കാൻ തുടങ്ങിയിട്ടോ. ഇതാ മെല്ലെ പറക്കാനല്ല, ഓടാൻ തുടങ്ങി. നല്ല രസമുണ്ട്. രാത്രി ഒരു 9 മണിയായപ്പോഴാണ് ഈ ഫ്ലൈറ്റ് കയറി. ഊരൊന്നും അനക്കാൻ പറ്റാത്ത ഒരിതേനുള്ളത്. ഇത് സ്ക്രീനിൽ കാണുന്ന കേട്ടോ ഈ പറക്കുന്ന ഫ്ലൈറ്റ്. പിന്നെ അത് ഞാൻ സ്ക്രീനിൽ ഒന്ന് ക്യാമറ പിടിച്ചു കൊടുത്താ. അപ്പോൾ ഇതാ മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിന്ന് അവിടെയുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി. പുറത്തിറങ്ങിക്കില്ല. പുറത്തിറങ്ങണമെങ്കിൽ പിന്നെയും ടിക്കറ്റെല്ലാം എടുക്കണം. അതുകൊണ്ട് പിന്നെ അതുമെല്ലാം നോമ്പായതുകൊണ്ട് എൻ്റെ മാപ്പിളിൻ്റെ ഫ്രണ്ടെല്ലാം വിളിച്ചിക്കേനു ഖത്തറിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് ആരോടും പറയാതെ ഇങ്ങ് പോന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. അപ്പം ഇതാ പറന്ന് ഫ്ലൈറ്റ് ഇതാ ആകാശത്തേക്ക് പറന്ന്. അപ്പം ഇതാ പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന്. ഇതെല്ലാം കൂടി ഒരു 10-18 മണിക്കൂർ കൊണ്ടുള്ള സംഭവം കേട്ടോ. കുറേയൊന്നും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പം വീണ്ടും ഫുഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണി എന്നാണ് പറഞ്ഞത്. പിന്നെ ജ്യൂസ്, ചായ ഉണ്ട്, പിന്നെ സലാഡ് ഉണ്ട്. ഇതൊക്കെ കഴിച്ച് വീണ്ടും ഒന്ന് കുറച്ച് ഇരുന്ന് ഖത്തറിലേക്ക് വേഗം എത്തും കേട്ടോ. ഖത്തറിന്ന് ഇവിടത്തേക്ക് കോഴിക്കോടേക്ക് വേഗത്തിലെത്തും. ഇത് ഒരു പരിപ്പുണ്ട്, ചിക്കനുണ്ട്, ബിരിയാണി എന്നാണ് പറഞ്ഞത്. ബിരിയാണീൻ്റെ കൂടി പരിപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ പിന്നെ ടേസ്റ്റ് ഇല്ലാണ്ട് നിൽക്കില്ല, കാരണം കുറച്ചല്ലേ ഉണ്ടാവൂ. നമ്മളെപ്പോലെ ഒരിടങ്ങായി അരിൻ്റെ ചോറൊന്നും ഫ്ലൈറ്റിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇത് കുറച്ചാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇത് പിന്നെ ഈ ലൈറ്റ് കാണുന്ന കൊണ്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങ് ആകാശത്തിൻ്റെ ഒരു ഇത് കാണുന്നില്ല, ലൈറ്റുകളാണ് കാണുന്നത്. ഖത്തറിൽ ഞാൻ ഇതുവരെ പോയിക്കില്ലേനു. ഖത്തറിൽ പിന്നെ അങ്ങോട്ടേക്ക് പോയത് ദുബൈ വഴിയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഖത്തറിൽ ഒന്ന് കാല് കുത്തിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. അടുത്ത വിശേഷമായിട്ട് ഇൻഷാ അല്ലാ നാളെ കാണാം. കുറേ ഫോട്ടോസെല്ലാം എടുത്തേക്ക്. പിന്നെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയറും ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തതിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ, വീണ്ടും കാണാം.